സായാഹ്നത്തിൽ ഈ ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കപ്പെടുന്ന ജീവിതം ആഗ്രഹിക്കുന്ന ഒരല്പം വിശ്രമം, ഒരല്പം തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരു ചേഞ്ച്, ഒരു മാറ്റം ഇതായിരിക്കപ്പെടാം ഈ കടൽക്കരയിൽ വൈകുന്നേര സമയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. ജീവിതത്തിൽ തിരക്കുകളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി വരപ്പെടുന്ന സാഹചര്യത്തിൽ അല്പസമയം ശാന്തമായ ഒരു കടൽക്കരയിലായിരിക്കപ്പെടുമ്പോൾ മനുഷ്യർക്ക് അല്പസമയത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കപ്പെടുമ്പോൾ ആ ആശ്വാസത്തിലുപരി മറ്റൊരാശ്വാസം ലോകത്തിൽ മനുഷ്യർക്ക് ലഭ്യമായി തീരപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇത് ഒരു മതം മാറ്റൽ പ്രക്രിയയാണ്, ഇല്ലെങ്കിൽ ഇവർക്ക് മറ്റ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഒരു ഉപജീവന മാർഗമായി ഇതിനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമാണ് തെറ്റിദ്ധരിക്കാം. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നില്ല. മറ്റൊരു ഒന്ന് ഞങ്ങൾക്കറിയാം, ക്രിസ്തു യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്ത അത്ഭുതങ്ങൾ, ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ, ക്രിസ്തു ഞങ്ങൾക്ക് നൽകപ്പെട്ട വ്യത്യാസം, മാറ്റം. ആകയാൽ ഈ മാറ്റം നിരാശയിലും ഭാരത്തിലും വേദനയിലുമായിരിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ മധ്യത്തിലേക്കും അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ആഗ്രഹിക്കപ്പെടുന്നത്. രണ്ടു സന്ദേശം ഒരുപക്ഷെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളും മറ്റു സുഹൃത്തുക്കളും ശ്രദ്ധിച്ചു. വീണ്ടും വീണ്ടും ഈ യേശുവിനെ കുറിച്ച് ആവർത്തിച്ച് പറയപ്പെടുമ്പോൾ അതിൽ ആവർത്തന വിരസതയായി മാറപ്പെടുമെന്ന് എനിക്ക് തന്നെ അറിയാമാകയാൽ അധികമൊന്നും നീട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കപ്പെടുന്നില്ല. വേദപുസ്തകത്തിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാമോ അവനോടുകൂടി സ്വർഗത്തിൽ എടുക്കപ്പെടുകയും ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രത്യാശ ഉളവാക്കപ്പെടുന്ന ഒരു വാക്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ അംഗീകരിക്കപ്പെടുന്ന, ലോകജനത അംഗീകരിക്കപ്പെടുന്ന, അവരുടെ കൈവശമുള്ള പ്രിന്റ് ചെയ്ത് ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിറ്റ് ചെയ്യപ്പെടുന്ന ഏക പുസ്തകമായിരിക്കുന്ന ബൈബിളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതപ്പെടുമ്പോൾ ഒരുപക്ഷെ കുറച്ച് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലോ അറിവിൽ മുൻപന്തിയിലോ നിൽക്കപ്പെടുന്നവർ ഇതൊക്കെയും വെറുതെയാണ്, ഇതിലൊന്നും അർത്ഥമില്ല, അർത്ഥശൂന്യമായി എന്ന് പറയപ്പെടുമ്പോൾ, ഞങ്ങളതിനെ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് അവർ ചിന്തിക്കപ്പെടുമ്പോൾ, ലോകത്തിൽ മാനവരാശി വിശ്വസിക്കപ്പെടുന്ന നസ്രത്തുകാരൻ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിന് ശേഷം തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് താൻ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ താൻ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വേർതിരിച്ചിരിക്കുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ വേണ്ടി കടന്നുവരപ്പെടുമെന്നുള്ളത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു വചനമത്രേ. ദൈവ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സംഗ്രഹിക്കുന്ന ഭാഗങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ മാതാവിന്റെ ഉദരത്തിലാണ് സൃഷ്ടിച്ചു എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സൃഷ്ടിയെക്കുറിച്ച് ശാസ്ത്രവും കൃഷിയും ദൈവത്തിന്റെ വചനവും വളരെ വ്യക്തമായി ഭംഗിയായി ഓർപ്പിക്കപ്പെടുന്ന സമയത്തിലേക്ക് ഒരു മാതാവിന്റെ ഉദരത്തിനകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി വയ്ക്കപ്പെട്ടു. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും തിരഞ്ഞെടുപ്പെടുന്ന സമയത്തിൽ കുഞ്ഞൊരു നിലവിളിയോടുകൂടി കരച്ചിലോടുകൂടി ഭൂമിയാകപ്പെടുന്ന തന്റെ 2ാമത്തെ പാർപ്പിടത്തിലേക്ക് കടന്നു വരുന്നു. 3 പാർപ്പിടമാണ് ഒരു മനുഷ്യന് ദൈവം വേർതിരിച്ചു വയ്ക്കുന്നുള്ളത്. ഒന്ന്, 9 മാസക്കാലം ഒരു മാതാവിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിന് ജീവിക്കുവാൻ കഴിയപ്പെടാം. കഷ്ടത എന്തെന്നറിയാതെ, ദുഃഖം എന്തെന്നറിയാതെ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ എന്തെന്നറിയാതെ ഒരു മനുഷ്യന് 9 മാസക്കാലവും 9 ദിവസവും ഒരു മാതാവിന്റെ ഉദരത്തിനകത്ത് ആയിരിക്കുവാൻ കഴിയും. പക്ഷേ അത് കഴിയപ്പെടുമ്പോൾ അടുത്ത 2ാമത്തെ പാർപ്പിടത്തിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരപ്പെടുകയാണ്. കടന്നു വരുന്നത് ചിരിച്ചുകൊണ്ടല്ല, ഒരു വിധത്തിൽ ശാസ്ത്രീയമായിട്ട് നോക്കപ്പെടുകയാണെങ്കിൽ അതുവരെയും പ്രവർത്തനക്ഷമമല്ലാതിരിക്കപ്പെടുന്ന ലങ്സ്, അതോടുകൂടി പ്രവർത്തനക്ഷമമാകുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞ് വാവൊളിച്ച് നന്നായിട്ട് കരഞ്ഞ് നിലവിളിയോടെ കരച്ചിലോടുകൂടി ഭൂമിയിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ അതിന് മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ബദ്ധപ്പാട്, അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാട്, കാരണം മക്കളും മാതാപിതാക്കളും തമ്മിൽ ചേർച്ചയില്ലാത്ത അവസ്ഥ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യതയില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല, മന്ത്രിമാർക്ക് സ്വസ്ഥതയില്ല, ഭരണ സംഹിതകൾക്ക് സ്വസ്ഥതയില്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സ്വന്തം സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സാഹസിക പ്രവൃത്തിയും ഏത് ക്രൂരകൃത്യം ചെയ്യുവാൻ മടിക്കപ്പെടാത്ത ഒരു തലമുറ, ഒരു പ്രത്യേക ഭൂമിയാണെന്ന് ഈ കുഞ്ഞിന് യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിവില്ലെങ്കിലും ഈ കരച്ചിലോടുകൂടി കുഞ്ഞ് നമ്മളെ മനസ്സിലാക്കിപ്പിക്കപ്പെടുന്നത് ഈ കഷ്ടതയും ഈ വേദനയും നിറയപ്പെട്ട ലോകം. സ്വന്തം മക്കളെ കൊല്ലുവാൻ മടിക്കപ്പെടാത്ത മാതാപിതാക്കൾ, സ്വന്തം
സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പനെയും അമ്മയും ദാരുണമായിട്ട് കുലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും വർത്തമാന പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗത്തെക്കാളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യൻ മൃഗത്തെക്കാളും താളടിയായിക്കൊണ്ടിരിക്കപ്പെടുന്ന ഈ അവസ്ഥ, ഇത് ഭൂമിയുടെ പ്രത്യേകതയായിരിക്കുന്നു. യവനെന്നില്ല, യഹൂദനെന്നില്ല, അത് ക്രൈസ്തവനെന്നില്ല, അത് അക്രൈസ്തവനെന്നില്ല, ജാതി ഏതെന്നോ മതമെന്നോ പ്രത്യേകമായിട്ട് നോക്കപ്പെടാതെ വണ്ണം സ്വന്തം ജീവിതത്തിന്റെ നന്മകൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് മനുഷ്യൻ പാപത്തിന്റെ പിന്നാലെ ഓടി നടന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തിലെ ജീവിതമാണ് ഏറ്റവും വലുത്, മദ്യമാണ് ഏറ്റവും വലുത്, മയക്കുമരുന്നാണ് ഏറ്റവും വലുത്, അല്പസമയത്തിലേക്ക് ലഭിക്കപ്പെടുന്ന ആശ്വാസമാണ് ഏറ്റവും വലുത്, എനിക്ക് ലഭിക്കുന്ന സാമ്പത്തികമാണ് ഏറ്റവും വലുത്, എനിക്ക് ലഭിക്കപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളാണ് ഏറ്റവും വലുത്, എനിക്ക് ലഭിക്കപ്പെടുന്ന വസ്തുവകകളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സ്വത്രം മരണത്തെയും അതിനെ ആക്സിഡന്റ് ആക്കാതെ, കൊലപാതകത്തെ അതിനെ ആക്സിഡന്റ് ആക്കി വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട്, വിഷം മനഃപൂർവ്വം കൊടുത്തതിന് ശേഷം വിഷം കുടിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട്, ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ചു വകവരുത്തിയതിനു ശേഷം താനെ അത് പൊട്ടിത്തെറിച്ചു എന്ന് വകവരുത്തിയതിനു ശേഷം കിണറ്റിനകത്ത് എടുത്തിട്ടതിന് ശേഷം ചാടിയതാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ക്രൂരനായി കൊണ്ടിരിക്കപ്പെടുന്ന ലോകത്തിന്റെ മധ്യത്തിലേക്ക് കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് കാലി ചവിട്ടപ്പെടുമ്പോൾ കുഞ്ഞിന് തന്നെ അറിവില്ല എങ്കിലും ഈ കരച്ചിൽ പ്രകടമാക്കപ്പെടുന്ന ഈ ലോകത്തിന്റെ കണ്ണുനീര്, ഈ ലോകത്തിന്റെ അസമാധാനം, ഈ ലോകത്തിന് മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടിന്റെ ദുഃഖത്തിന്റെ അനുഭവം, അങ്ങനെ അനുഭവത്തിലേക്ക് ഏത് ക്രൂരകൃത്യം ചെയ്ത് അവന്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുമ്പോൾ അവന്റെ ഉള്ളിനകത്തേക്ക് അവന് കടന്നു വരപ്പെടുന്ന ഒരു ചിന്ത, ഈ ലോകമാണ് ഏറ്റവും വലുത്, എനിക്ക് ബഹുദിന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ തൃപ്തനായി തീരപ്പെട്ടു, ഏക്കർ കണക്കിന് എനിക്ക് വസ്തുവുണ്ടെങ്കിൽ അതുകൊണ്ട് എന്റെ ജീവിതം സഫലമായി തീരപ്പെട്ടു, എനിക്ക് കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് പൂർത്തീകരണം എത്തപ്പെട്ടു എന്ന മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തില് ഭൂമി അത് നശിച്ചു പോകപ്പെടാ, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി കിടുകിട കിടങ്ങുന്നു, ഭൂമി കിടുകിട കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, അത് വീഴും, അത് എഴുന്നേൽക്കുകയുമില്ല. വേദപുസ്തകത്തിൽ തത്വങ്ങൾ ഒന്നൊന്നായിട്ട് കഴിഞ്ഞ നാളുകളിലേക്ക് നിറപടിയായിട്ട് സംഭവിക്കപ്പെട്ടുവെങ്കിൽ ഈ ഒരു പ്രവചനവും സംഭവിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ഇതിലേക്ക് 3400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ വ്യക്തി ജീവിതങ്ങൾ വായിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഭൂമിയുടേതായിട്ടുള്ള പ്രവർത്തന സംഹിതകളെയും മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി ഈ ഭൂമി നശിക്കും. ശാസ്ത്രത്തിന്റെ പുരോഗതി എപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയപ്പെടുന്നു. ഭൂമി നശിക്കും എന്നുള്ളതും ഭൂമിയുടേതായിട്ടുള്ള ഓരോ ചലനങ്ങളും വ്യക്തമായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ വേദപുസ്തകം സത്യമാണ്, സത്യസംഗതമാണ്. വേദപുസ്തകത്തിലേക്ക് വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുൻപ് എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യാദികളും സത്യസന്ധമാണെന്ന് തെളിയിക്കുവാൻ ശാസ്ത്രത്തിന്റെ പുരോഗതി ഈ നാളുകൾ സഹായമായി കൊണ്ടിരിക്കപ്പെടുമ്പോൾ ശാസ്ത്രം ഭൂമിയെക്കുറിച്ച് ഇങ്ങനെയാണ് വിധിയെഴുതപ്പെടുന്നത്: ഒരു സെക്കൻഡിൽ 45 ലക്ഷം ടൺ ഹൈഡ്രജൻ കത്തി ഹീലിയമാകപ്പെടുന്ന ഫ്യൂഷൻ നടക്കപ്പെടുന്ന ഗാലക്സിയിലെ ഏറ്റവും വലിയ ഒരു ഗ്രഹമത്ര, ഏറ്റവും വലിയ ഒരു തീഗോളമത്ര സൂര്യൻ. സൂര്യന് ചുറ്റുമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ഇന്നേക്ക് 10 വർഷത്തിന് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതിന്റെ അർത്ഥത്തിലേക്ക് 9 ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടെപ്പെടുന്ന 9 ഗ്രഹങ്ങൾ സ്വന്തം സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കപ്പെടുന്നു. ഹൈഡ്രജൻ കത്തി ഹീലിയമാകപ്പെടുമ്പോൾ സൂര്യന് ഒരു പ്രത്യേകമായിട്ടുള്ള ഊർജ്ജം ഉണ്ടാകപ്പെടുകയും ഈ ഊർജ്ജത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഭൂമി ഉൾപ്പെടപ്പെടുന്ന സകല ഗ്രഹങ്ങളെയും സൂര്യൻ നിലനിർത്തിയിരിക്കപ്പെടുന്നു എന്ന് ശാസ്ത്രം തെളിയിക്കപ്പെട്ടു. അതിൽ മൂന്നാമതായിട്ട് നിലനിൽക്കപ്പെടുന്ന ഭൂമി. സ്വന്തം ഭൂമിയെ കുറിച്ച് നോക്കപ്പെടുമ്പോൾ ഭൂമിയെ 3 തട്ടുകളായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുറം ഭാഗം സ്വന്തം ഭൂവൽക്കം എന്നറിയപ്പെടുന്നു. കല്ലും മണ്ണും പാറയും സസ്യലതാദികളെ കൊണ്ട് നിറയപ്പെട്ട മനുഷ്യന് താമസയോഗ്യമായിരിക്കുന്ന ഭൂമിയുടെ ഉപരിതല അതിന്റെ അടിത്തട്ടിലേക്ക് കടന്നു പോകപ്പെടുമ്പോൾ ഓരോ മീറ്ററും ഓരോ 30 മീറ്ററും ആഴത്തിലേക്ക് കടന്നു പോകപ്പെടുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ചൂട് വർദ്ധിച്ചു ആഴത്തിലേക്ക് പോകപ്പെടുന്ന ഭൂമിയുടെ അടിത്തട്ട്. രണ്ടാമത്തെ തട്ട് 2260 കിലോമീറ്റർ ആഴത്തിൽ കിടക്കപ്പെടുന്ന മാൻഡിൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം. അതിനകത്തേക്ക് ഒരു ഭൂകേന്ദ്രമുണ്ട്. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള മാഗ്മ എന്ന് പറയപ്പെടുന്ന ലാവ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കപ്പെടുന്ന ഭൂമിയുടേതായിട്ടുള്ള അകത്തുള്ള അഥവാ ഭൂമി മുഴുവനും തീ കൊണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിന്റെ മേൽത്തട്ടിൽ താമസിക്കപ്പെടുന്ന മനുഷ്യന് ചിന്തയുണ്ട്: ഭൂമിയാണ് വലുത്, ഭൂമണ്ഡലമാണ് വലുത്, സാമ്പത്തികമാണ് വലുത്, അഭിമാനമാണ് വലുത്, അത് ജോലിയാണ് വലുത്, ബഹുദിന കെട്ടിടങ്ങളാണ് വലുത്, വലിയ വലിയ കൊട്ടാരങ്ങളാണ് വലുതെന്ന് ഇവൻ ചിന്തിക്കപ്പെടുമ്പോൾ അടുത്ത കാലഘട്ടത്തിലെ വർത്തമാന പത്രത്തിൽ ഈ വിധത്തിലേക്ക് ശാസ്ത്രം തെളിയിക്കപ്പെട്ടു. സൂര്യനിലേക്ക് കാർബൺ അകത്ത് അമടിച്ചു കയറപ്പെട്ടത് മുഖാന്തര
കാർബൺ മോണോക്സൈഡിന്റേതുള്ള ശക്തമായിട്ടുള്ള ആക്രമണം മുഖാന്തരം സൂര്യന്റെ ഒരു ഭാഗം അണഞ്ഞിരിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് മലയാള മനോരമയിൽപ്പെടെയുള്ള വർത്തമാന പത്രങ്ങളിലെ മുൻഭേദത്തിൽ ഫോട്ടോ സഹിത ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ എടുക്കപ്പെട്ട ഫോട്ടോ സഹിതം അവർ പറയപ്പെട്ടു. സൂര്യന്റെ ഒരു സൈഡിലേക്ക് കാർബൺ മോണോക്സൈഡിന്റെ അത്യാക്രമണം നിന്നുത്ത സൂര്യന് കളങ്കം സംഭവിക്കപ്പെട്ടിരിക്കുകയാണ്. അഥവാ ഭൂമിയെക്കാളും 3 ഇരട്ടി വലിപ്പത്തിൽ സൂര്യന്റെ ഒരു ഭാഗം അണഞ്ഞിരിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് ബൈക്കിനകത്തേക്ക് സ്വന്തം ടാങ്കിൽ പെട്രോൾ ഉണ്ടെങ്കിൽ അത് കാർബേറ്റർ വഴി നേരെ സിലിണ്ടറിലേക്ക് കടന്നു വരുന്നു. അവിടെ സ്പാർക്ക് പ്ലഗിന്റേതായിട്ടുള്ള സഹായത്തോടുകൂടി ഫയറിംഗ് നടക്കുന്നു. ഫയറിംഗ് നടക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഊർജ്ജമുണ്ടാകുന്നു. ഊർജ്ജത്തിന്റെ സഹായത്തോടുകൂടി അത് വാഹനം ചലിക്കപ്പെടുന്നുവെങ്കിൽ സൂര്യൻ ഹൈഡ്രജന്റെ സഹായത്തോടെ കത്തുന്നു. കത്തി ഹീലിയമാകപ്പെടുമ്പോൾ ഉണ്ടാകപ്പെടുന്ന ഊർജ്ജം ഉപയോഗിച്ച് ഭൂമി ഉൾപ്പെടപ്പെടുന്ന 9 ഗ്രഹങ്ങളെ ഈ അടുത്ത കാലത്തിൽ 17 ഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടുപിടിച്ചു. പക്ഷേ പ്രധാനമായിട്ട് 9 ഗ്രഹങ്ങളെ ഇത് വലപ്പാമെ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യന്റെ ഒരു ഭാഗം അണഞ്ഞുവെങ്കിൽ വീണ്ടും കാലങ്ങൾ കഴിയപ്പെടുമ്പോൾ ഇതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കപ്പെടുകയും കാർബൺ മോണോക്സൈഡ് ഓസോൺ പാളി പൂർണ്ണമായിട്ട് ഭേദിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് കടന്നു വരപ്പെടുന്ന പുകപടലങ്ങളും അതുമാത്രമല്ല ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുകപടലങ്ങളും ഓസോൺ പാളിയെ നശിപ്പിച്ച് പൊല്യൂഷൻ കൺട്രോളിന്റെ ബോർഡിന് സ്വന്തം സഹായം ഉപയോഗിച്ചിട്ട് പോലും അതിനെ നിയന്ത്രിക്കുവാൻ കഴിയപ്പെടാതെ ഈ കാലഘട്ടത്തിൽ സ്വന്തം സൂര്യന് കളങ്കം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ കാലാകാലങ്ങൾ കഴിയപ്പെടുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോകപ്പെടുമെന്ന് വിശുദ്ധ ബൈബിളിന്റെ വചനപ്രകാരം കാർബൺ മോണോക്സൈഡിന്റെ സഹായത്തോടുകൂടി സൂര്യൻ കത്താതെ തീരപ്പെടുന്ന സമയത്തിൽ ഭൂമി ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾക്ക് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത കാലഘട്ടം സാഹചര്യം കടന്നു വരപ്പെടുമ്പോൾ വേദപുസ്തകത്തിൽ 3400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പിടിപ്പിക്കപ്പെട്ട ഭൂമി അത് വീഴുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ തെളിവാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമാണ് സ്വന്തം വേദപുസ്തകം വിളിച്ചു പറയപ്പെടുന്നുവെങ്കിൽ ഈ നല്ല രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവ് മനസ്സിലാക്കണമേ, ദൈവമില്ലാതെ ദൈവകൃപയില്ലാതെ മനസ്സില്ലാതെ മനസ്സാക്ഷിയില്ലാതെ മാന്യമായിട്ടുള്ള ജീവിതമില്ലാതെ ജീവിത രീതിയില്ലാതെ ദൈവമില്ലാതെ ദൈവ ഭയമില്ലാതെ നീ ഉണ്ടാക്കി വർദ്ധിപ്പിക്കുന്ന നീ ഉയർത്തി കെട്ടിക്കൊണ്ടിരിക്കപ്പെടുന്ന ബഹുമാനികള്, നീ ഉണ്ടാക്കിയെടുക്കുന്ന പേര്, നീ ഉണ്ടാക്കുന്ന പ്രശസ്തി, നീ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കപ്പെടുന്ന സാമ്രാജ്യങ്ങളല്ല ഒരു കാലഘട്ടത്തിൽ നിന്നെ വിട്ടു പോകപ്പെട്ട വിശുദ്ധ ബൈബിളിൽ വലിച്ചു പറയപ്പെടുന്നു. ഭൂമി അത് വീഴും. ശാസ്ത്രം വിളിച്ചു പറയപ്പെടുന്നു. ഭൂമി അത് വീഴപ്പെടും. ആകയാൽ നശിക്കപ്പെടാത്ത ഒന്ന് മാത്രം ഇതുവരേക്കും തേയ്മാനം സംഭവിക്കാത്ത വിശുദ്ധ ബൈബിളിന്റെ വചനങ്ങള്, ഇതുവരേക്കും റീകണ്ടീഷൻ ചെയ്യാത്ത ഏക പുസ്തകം വിശുദ്ധ ബൈബിള്, ഇതുവരേക്കും ഒരിക്കലും തിരുത്തി എഴുതാത്ത ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ. അത് അന്നേക്കുമായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നിലനിൽക്കപ്പെടുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഒരു സ്വർഗത്തിലേക്ക് ഇറങ്ങി വരപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കപ്പെടും. ഇവിടെ ഇതാ സ്വാമി ഭൂമിയിലെ നന്മകൾക്കുപരി, ഭൂമിയിലെ സാമ്രാജ്യങ്ങൾക്കുപരി നന്മകൾ പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവേശുവിൽ ഭയപ്പെട്ട് ജീവിക്കപ്പെടുന്ന ദൈവജനത്തിന് അന്നൊരു നിലനിൽപ്പുണ്ടാകപ്പെടും. അന്നൊരു നിലനിൽപ്പ് ജീവിതത്തിലേക്ക് ഉണ്ടാകപ്പെടും. അവൻ ഒരു ഭാഗത്ത് നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക്, കഷ്ടത്തിലേക്ക്, പരാജയത്തിലേക്ക് അവൻ ആയിരിക്കപ്പെടുന്നുവെങ്കിലും ദൈവമുള്ളവനായിട്ട് അവൻ ജീവിക്കപ്പെടുന്നുവെങ്കിൽ നിത്യമായിട്ടും അവന്റെ ആത്മാവ് നിത്യതയിലേക്ക്